ഹായ് ഗായ്സ്, ഇറ്റ്സ് നേഹ ഹിയർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ സ്പെഷ്യൽ ഒരു തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ റൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി വെച്ചിട്ട് പ്രിപ്പറേഷൻസ് തുടങ്ങിയാലോ. സോ ഗായ്സ്, ഞാൻ ആദ്യം തന്നെ നല്ല ചൂടായ എണ്ണയിൽ നല്ല 3 മുട്ട മുരിച്ചെടുക്കുന്നുണ്ട്. സോ ഗായ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്കിതിൽ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല കോക്കനട്ട് ഓയിലാണ്. മുട്ട നന്നായി മുരിഞ്ഞ് വരുമ്പോൾ സോൾട്ടും കൂടെ കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്തെടുക്കാം. ഇനിയാണ് ഗായ്സ് നമ്മൾ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജീസ് ചേർക്കേണ്ട ടൈം. ക്യാരറ്റും ക്യാപ്സിക്കവും ബീൻസും ക്യാബേജുമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വെജീസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ചേർക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പിന് എൻ്റെ അമ്പാച്ചേട്ടനും കൂടെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ടൊന്നും ചെയ്തില്ല, കുറച്ചൊന്ന് വശയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. ഓൾറെഡി എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ചെന്നൈ സ്റ്റൈൽ ചിക്കൻ റൈസ്. സോ അത്രയും ഹാപ്പി ആയിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തത്. അതിൻ്റെ മണമൊക്കെ അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഗൈസ്, ഇനി നമുക്ക് കുറച്ച് സോസ് എന്നുവെച്ചാൽ ടൊമാറ്റോ സോസും സോയാ സോസും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് പേഴ്സണലാണ് ഗൈസ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇടാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മസാല യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിൽ കാണും പോലെ ചെറിയ പീസസ് ആയിട്ട് വേണം നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്ന റൈസ്, ബസ്മതി റൈസാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ആ റൈസിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്, നല്ല യോജിപ്പിക്കണം. ശ്രുതി എന്നോട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ശ്രുതിയാണ് എനിക്ക് വീഡിയോ എന്നെ എടുത്ത് തരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളുടെ ചിക്കൻ റൈസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പെപ്പറും കൂടെ തൂവി കൊടുക്കാം. ശേഷം നമ്മൾ കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഓപ്പൺ ചെയ്തു. വാവ്, അടിപൊളി മണമായിരുന്നു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അടിപൊളിയായിരുന്നു. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല മണമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടെസ്റ്റർ എന്ന് പറയുന്നത് അമ്പാച്ചേനാണ്. ഞാനൊരു കുറച്ച് മല്ലിയിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് അമ്പാച്ചേന് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അമ്പാച്ചേനെ എപ്പോഴും ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും കൊള്ളൂലെങ്കിൽ കൊള്ളൂല എന്ന് പറയും, കൊള്ളാമെങ്കിൽ ഓക്കെ അടിപൊളിയാണെങ്കിലും നല്ല സൂപ്പർ എന്നുള്ളൊരു അങ്ങനെ ഒരു സംഭവമൊന്നും പറയാറില്ല. പക്ഷേ അത്ര അടിപൊളി ആയതുകൊണ്ടായിരിക്കും അമ്പാച്ചേന് കറക്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സെക്കൻഡ് ടെസ്റ്റർ അമ്മയാണ്, തേർഡ് വൺ വന്നിട്ട് അച്ഛനാണ്. രണ്ടുപേരും മക്കളെ സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിലും ഭയങ്കര സന്തോഷമായി. ഫോർത്ത് വൺ ഞാൻ തന്നെയാണ്. എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഫിഫ്ത്ത് വൺ സ്വാതിയാണ്. സ്വാതി വന്ന് കഴിച്ചിട്ട് വാവ് അടിപൊളി എന്നൊക്കെ പറഞ്ഞു. ശ്രുതിയും സഞ്ജുവും കഴിച്ചിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ, അത് മിസ്സായി. അപ്പോൾ ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ.